ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സനം വ്ളോഗിൻ്റെ കുഞ്ഞ് ഈദ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ റംസാനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഷവാളന്ന് നോമ്പ് സുന്നത്ത് നോമ്പുണ്ട് കേട്ടോ. അപ്പം പെരുന്നാളൊക്കെ നിങ്ങളെല്ലാവരും ആഘോഷിച്ച് കാണുന്നു കരുതുന്നു. നമ്മളും ആഘോഷിച്ചു. അപ്പോൾ പെരുന്നാൾ നിങ്ങളെല്ലാവരും എല്ലായിടത്ത് പോയി കാണുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും അവരുടെ ഫാമിലി വീട്ടിലേക്ക്, അവരുടെ ഉമ്മ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവും, ഔട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത്, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എവിടേക്കും. പിന്നെ ഒരേ പെരുന്നാളിനന്ന് ജസ്റ്റ് എൻ്റെ ഫാമിലിൻ്റെ അടുക്ക് പോയി. രാവിലെ ഉച്ച പോയിട്ട് പിറ്റേ ദിവസം വൈകിട്ട് വന്നു. രാത്രി അനിയത്തിൻ്റെ വീട്ടിൽ, ചാച്ചൻ്റെ വീട്ടിൽ, അങ്ങനെ എല്ലാവരുടെ അടുത്ത് പോയി കേട്ടോ. അപ്പോൾ കുറേ ദിവസമൊന്നും താമസിക്കാൻ നമുക്ക് പറ്റിയില്ല, എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഡ്യൂട്ടി കുറേ ദൂരമാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓൾട്ട് ഇല്ലാത്തത്. ഒരേ ദിവസം ഓൾട്ട് ചെയ്ത് ഞാൻ വന്നു. എനിക്ക് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ഓഫീസിൽ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പെരുന്നാളിൻ്റെ ഫുഡ് എന്താ പറയുന്നത് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബിരിയാണി സാധാ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കി. പിന്നെ എല്ലാ പെരുന്നാളും ഞാൻ പായസം ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പെരുന്നാളിന് പായസം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പെരുന്നാളിൻ്റെ തക്ബീർ ചെല്ലുന്ന സമയത്ത് രാവിലെ എൻ്റെ ഹസ്ബൻഡ് രാവിലെ 7 മണിക്കാണ് നിസ്കാരത്തിന് പോകുന്നത്. അപ്പോൾ ആ സമയം നമുക്ക് ഭയങ്കര സങ്കടം. എന്ന് വെച്ചാൽ കഴിഞ്ഞ പെരുന്നാളിനാണ് അവർ സൗദി പോയത്, ഇപ്രാവശ്യം മുമ്പിനാണ് പോയത്. ഇപ്രാവശ്യം ഇങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമാണ്. പക്ഷേ അവരെല്ലാ കൂടെയും ഉണ്ടായത്. കഴിഞ്ഞ വർഷം ആണ് അവർ പോയത്. പക്ഷേ എല്ലാം നമുക്ക് നമ്മുടെ ഭർത്താവ് ഇപ്പോൾ നമ്മൾ അടുത്തുനിന്ന് നമുക്ക് എന്തോ നേടാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അവരെ പുറത്ത് വിസ വന്നിട്ട് ഞാൻ അയച്ചു. പക്ഷെ എന്നിട്ടൊരു മെച്ചമായില്ല. പക്ഷെ പഠിച്ചതിൻ്റെ വിധിയായിരിക്കും. നമുക്കൊരു സമയമുണ്ടല്ലോ, ആ സമയം വരാൻ നമുക്കൊന്നൊരു മുന്നോട്ട് വെക്കൂലല്ലോ. അപ്പോൾ നാട്ടിലേക്കാണ് കൂടുതൽ അവർക്ക് അത്രയും കിട്ടുന്നില്ല വരുമാനം. പക്ഷേ ഇൻഷാ അല്ലാഹ് നമുക്കൊരു പിന്നെ അവിടെ പിടിച്ചു നിന്നാൽ നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ നമുക്ക് ജോലിക്ക് നോക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പെരുന്നാൾ നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് പെരുന്നാൾ ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? മോക്കും കിട്ടിയേട്ടാ. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ബിരിയാണി അപ്പോൾ സാധാരണ എപ്പം വെക്കുന്ന പോലെ അത്രയും ടേസ്റ്റ് ആയിട്ട് കേട്ടോ ഇപ്രാവശ്യം വെക്കുമ്പോൾ. അപ്പോൾ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അത്രയും ഇതായിട്ടില്ല. എന്ന് വെച്ചാൽ എൻ്റെ മിക്സി കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം മിക്സിയിൽ തന്നെ അരച്ച് ചെയ്തിട്ട് എല്ലാം ചതച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി റൈസ് ചെയ്തതെന്ന് വെച്ചാൽ ബാസ്മതി റൈസില്ലേ അതിലാണ് കേട്ടോ. പിന്നെ എനിക്ക് കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ ഓഫീസിലെ, അതിന് നല്ല തനിമരി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബിരിയാണിക്ക് തനിമ ഉപയോഗിച്ചില്ല കേട്ടോ. ഞാൻ മറ്റേ ബാസ്മതി റൈസില്ല അത് തന്നെ യൂസ് ചെയ്തിട്ടാ ഞങ്ങൾ ഏതാണ് അരി ഉണ്ടാക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് നല്ല ചൂടായിരുന്നു കേട്ടോ, നല്ല ചൂടാണ്. നമുക്ക് ലാസ്റ്റ് നോമ്പ് കഴിഞ്ഞില്ലേ, ആ ലാസ്റ്റ് നോമ്പ് കഴിഞ്ഞ ഉടനെ ഒരു ചൂട് ഇന്നേ വരെ ആ ചൂട് കുറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊന്നും എ സി ഇല്ല, നമ്മൾ സാധാ വീട്ടിലാണ്. നമ്മളെ ഫാനൊന്നും ഒരു എന്താണെന്ന് പറയുന്നത് നമുക്ക് കാറ്റൊന്നും വരുന്നേ ഇല്ല കേട്ടോ. സാധാരണ എല്ലാവരുടെ വീട്ടിലെയും ഫാനൊക്കെ ഉണ്ടാവും. നമ്മൾ സാധാ ഒരു വീടല്ലേ, ഭയങ്കര ചൂടാണ്. അതാണ് ഏറ്റവും വിശേഷം. എന്താ ചൂട് ഭയങ്കര ചൂടാണ്. പിന്നെ ചായ ഒന്നും ഇപ്പോൾ വേണമെന്നില്ല, ഫുള്ള് വെള്ളം തന്നെയാണ്. പിന്നെ കുറച്ച് ദിവസമുണ്ട്, മദ്രസ ഇപ്പോൾ തുറക്കാറായല്ലോ ഇനി. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഫുള്ള് 2 മന്തും അവർക്ക് വെക്കേഷൻ തന്നെ, ഹോളിഡേയ്സ് തന്നെ. പക്ഷേ സാധാരണ പള്ളി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നോമ്പ് കഴിഞ്ഞാൽ ഉടനെ മദ്രസ ഇപ്പോൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇപ്പോൾ 4 ദിവസം കൊണ്ട് എല്ലാവരും ഫാമിലി വീട്ടിലായിരിക്കും. അങ്ങനെയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ മസാലയൊക്കെ കൂട്ട് റെഡി ആവുന്നുണ്ടായിരുന്നു. ഞാൻ ചെറിയ വർത്തമാനം പറയുമ്പോൾ എൻ്റെ ബിരിയാണീൻ്റെ മസാല റെഡി കൂട്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളോടൊപ്പം ചെറിയ വിശേഷങ്ങളൊക്കെ മസാല റെഡി ആവും, നിങ്ങളോട് ചെറിയ വിശേഷമൊക്കെ പറയാമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ എല്ലായിടത്തും പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഒരു വിശേഷം പറയാം. എൻ്റെ കാര്യം ചില എൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്, ആ ഷോർട്ട്സും അതുപോലെ തന്നെ ലോങ്സ് വീഡിയോസ്, റംസാനിട്ട് ഒരുപാട് വീഡിയോസും അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ല. പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളിട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഓളൊന്നും പറ്റില്ല അതുപോലെ ഒന്ന് പ്രസ് ചെയ്തില്ല. ഞങ്ങളിട്ട വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും.
അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാം മുഴുവനായിട്ടും. നിങ്ങൾ പരമാവധി നമ്മൾ ചെറിയൊരു ചാനലല്ലേ, അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. വലിയ വലിയ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ നമ്മൾ വലിയ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ കുഞ്ഞ് സാധനങ്ങളൊക്കെ ആവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നല്ലൊരു കമൻസൊക്കെ താഴെ ഒന്ന് ചെയ്യണേ. ചെയ്യൂലേ നിങ്ങൾ? താഴെ അടിപൊളി കമൻസൊക്കെ നിങ്ങൾ ചെയ്യൂലേ? എൻ്റെ വീഡിയോ റെഡി ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കഴിച്ചോളാം കേട്ടോ. വേറൊന്നുമില്ല, പായസം ഉണ്ടാക്കിയിട്ടില്ല പെരുന്നാളിന്, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഉപ്പാൻ്റെ അടുത്ത് പോയി, ഏട്ടത്തിൻ്റെ അടുത്ത് പോയി, അനിയത്തിൻ്റെ അടുത്ത് പോയി. അങ്ങനെ പിന്നെ വലിയ ഏട്ടത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, അപ്പോൾ രാത്രി ആയല്ലോ. വലിയ പിന്നെ സുല്ലത്തെ ഏട്ടത്തിൻ്റെ അടുത്ത് പോകാനുള്ള ഒരു പ്ലാനിലുണ്ട്. സുല്ലത്തിൻ്റെ ഒരു മൂത്തോളമുണ്ട്, അവരുടെ അടുത്ത് പോകാനുള്ള പ്ലാനുണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ 7 പെൺമക്കളാണ് കേട്ടോ. 7 പെൺമക്കളാണ്. ഉപ്പാക്ക് ആൺമക്കളില്ല. അപ്പോൾ അവരെല്ലാം ഒന്നിച്ച് കൂടുമ്പോൾ അവളെ മക്കളും ഒരു രസമാണ് കേട്ടോ. പക്ഷേ ആങ്ങളമാരില്ലായിരിക്കുമ്പോൾ നമുക്ക് പെൺമക്കളെല്ലാം ഒന്നിച്ച് കൂടാം ഒക്കെ പറ്റാം. പിന്നെ അമ്മ മരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഈ നവംബർ സിക്കറിനോ ഇനി വരുന്ന നവംബർ സിക്കറാകുമ്പോൾ 3 മന്തായി കേട്ടോ. പിന്നെ എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ ചെറിയൊരനിയത്തി ചെറിയനിയത്തിൻ്റെ മേലനിയത്തി, അവൾ നമ്മളെ അടുത്ത് നിന്ന് പിരിഞ്ഞ് പോയിട്ട് എത്ര വർഷമായി വെച്ചാൽ റജബിലാന്ന് അവൾ പോയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അവളൊരു യൂട്യൂബറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചാനൽ, നല്ലൊരു ക്വാളിഫിക്കേഷൻ, എന്ത് മനസ്സിലമായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളെ ഫാമിലിൻ്റെ അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ മക്കൾ എല്ലാവർക്കും, എൻ്റെ ഏട്ടത്തിമാർക്ക് എല്ലാവർക്കും ആൺകുട്ടികൾ തന്നെയാണ്. കുറച്ചേ ഉള്ളൂ. ഞങ്ങൾക്ക് പെൺകുട്ടികളെന്ന് പറയുന്നത് 5-6 ഉള്ളൂ. 23 പേരക്കുട്ടികളുണ്ട്. അപ്പോൾ 23 പേരക്കുട്ടികളിൽ 5-6 പെൺകുട്ടികളും ബാക്കിയെല്ലാം ആൺകുട്ടികളാണ് കേട്ടോ. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ, ബിരിയാണീൻ്റെ. നിങ്ങൾ നോക്കിക്കോ കേട്ടോ വിസാരം. പിന്നെ 2 kg ഞാൻ ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുള്ളത്. ഞാൻ പീസാക്കിയിട്ടില്ല, ഷോപ്പിൽ തന്നെ 2 പീസൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ റൂമിൽ വന്നതിന് ശേഷം എൻ്റെ ഫാമിലിയൊക്കെ വരാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഒരു 2nd ഫ്ലോറിലാണ്. പിന്നെ ഞാൻ എൻ്റെ മോള് മദ്രസയിൽ ഇവിടെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ മോളിപ്പോൾ 5th കേട്ടോ മദ്രസയിൽ പോകുന്നത്. അവൾക്ക് പൊതു പരീക്ഷ വരെ ഇവിടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ എത്തുമ്പോൾ എല്ലാവർക്കും 2nd ഫ്ലോർ. എനിക്കും ഒരു മനസ്സിലേക്ക് പൊരുത്താണ്. എന്നാലും ഞാനിവിടെ എൻ്റെ മദ്രസ ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നുണ്ടായ സ്ഥലത്താകുമ്പോൾ ഒരു വീട് പോലത്തെ എല്ലാവരും വരുമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റും, നല്ല ഒരു വീട് പോലെയായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള സ്ഥലം നമുക്കൊരു ഫ്ലാറ്റ് പോലെയാണ്. അതുകൊണ്ട് ആർക്ക് വരാൻ അവർക്ക് വരുന്ന താല്പര്യമാകുന്നുണ്ട്. ഫ്ലാറ്റ് പോലെ, അവിടെ ഒരു വീട് പോലെയായിരുന്നു. അപ്പോൾ മോള് 5 വർഷം മദ്രസ കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു വീട് പോലെ ചിലപ്പോൾ മാറാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് അള്ളാഹ് വിചാരിച്ചാലേ നമുക്ക് സ്വന്തം വീടായാലും മതി. അള്ളാഹ് വിചാരിച്ചിട്ട് നിമിഷം മതിയല്ലേ അല്ല. അപ്പോൾ ബിരിയാണി റെഡി ആവുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്തില്ല കേട്ടോ. ഫ്രൈ ചെയ്യാതെ അതിൽ തന്നെ വേവിക്കുന്നതാണ് ചിക്കന്. പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ അപ്പം ഉണ്ടാക്കി, കുറേ ഐറ്റംസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് രാവിലെ പോയി വൈകിട്ട് പോയി രാത്രിയൊക്കെ അല്ലേ, പിന്നെ ഞാനെങ്ങനെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അപ്പം പിന്നെ നമുക്ക് ടയേർഡാവും. പെരുന്നാളിൻ്റെ രാത്രിയാണെങ്കിൽ ഇവിടെ അപ്പുറം ഇപ്പുറം പടക്കം പൊട്ടിച്ച് അതൊക്കെ രാത്രി 12-1 മണി വരെ ഇതിനെ ഇങ്ങനെ നോക്കിയിരുന്ന് രാവിലെ എണീക്കാനും പറ്റുന്നില്ല. അങ്ങനെ ആയിരുന്നു കേട്ടോ. എൻ്റെ മസാലയൊക്കെ എങ്ങനെയുണ്ട് കേട്ടോ. പക്ഷേ എന്നാൽ ഞാൻ ചിക്കൻ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ മസാല ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, പിറ്റേ ദിവസം ഭക്ഷണത്തിലുള്ള ആ മസാല നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ബിരിയാണിക്ക് മാത്രമേ പിറ്റേ ദിവസം എടുക്കാൻ ഞാൻ അതുപോലെ തന്നെ ചെയ്ത് കൂടുതലായിട്ട് ഞാൻ മസാല അടിച്ചതുകൊണ്ട് പിറ്റേ ദിവസം നമുക്ക് ആ മസാല ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ബിരിയാണിക്ക് അത്ര ഒന്നും മസാല വേണ്ട. ദമ്മിടുന്ന സമയം കുറച്ച് ഇട്ടിട്ട് ദമ്മിട്ടാൽ മതിയല്ലോ. അങ്ങനെയാണ് കേട്ടോ. വല്ലാത്ത ചൂടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പെരുന്നാൾ ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഇനിയിപ്പോൾ ഇന്നറിയുന്നത് ഇപ്പോൾ വെക്കേഷനായി, അതുപോലെ തന്നെ സ്കൂൾ ഓപ്പണായി. സ്കൂൾ ഓപ്പൺ ആകുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇതിനേക്കാൾ കൂടുതൽ ചിലവ് വരും. ബാഗും കാര്യങ്ങളും പുസ്തകവും, പിന്നെ മദ്രസ തുറക്കും പുസ്തകം, അങ്ങനെയൊക്കെയാണ്. സ്കൂൾ തുറക്കുമ്പോൾ എന്തൊക്കെ വേണം, കുട വേണം, ബാഗ് വേണം, ബക്കറ്റ്സും ഒരുപാട് കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പം ഞാനിന്നത്തെ ബിരിയാണിയിൽ തൈര് വെച്ചിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ നീരുള്ളി കുറച്ച് ലാഭിക്കാമല്ലോ. പിന്നെ അതുപോലെ തേങ്ങ അരച്ചിട്ട് ചെയ്യുന്നുണ്ട് കാസർഗോഡ്. ഇപ്പം പച്ചമുളകും തേങ്ങ അരച്ച് അതും മിക്സ് ചെയ്തിട്ട് മസാല ആക്കുന്നുണ്ട്. ഞാൻ തൈര് വെച്ചതാണ്. എൻ്റെ മിക്സി വടയൊക്കെ ആയതുകൊണ്ട് അതൊന്നും അരക്കാൻ പറ്റിയില്ല. പിന്നെ ഗ്രൈൻഡർ ഉണ്ട് കേട്ടോ. ഗ്രൈൻഡറിൽ കുറേ സമയം ചെയ്യണ്ടേ. എൻ്റെ മോളോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഇവൾക്കില്ലേ ഭയങ്കര മടിയാണ് കേട്ടോ.
അപ്പോൾ നന്നായിട്ട് വീഡിയോ ചെയ്യും. പക്ഷെ ഭയങ്കര ഇതുണ്ട് ഇൻസ്റ്റാലും. പിന്നെ അതുപോലെ തന്നെ കുറേ നല്ലൊരു ചെയ്യും കേട്ടോ. പിന്നെ അവർ തന്നെ ഒരു എന്താ വെച്ചാൽ ഗ്രാഫ് ഡിസൈനിങ് പോലെ പേപ്പർ മിക്സ് ഇപ്പോൾ ഓരോ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കും കേട്ടോ അവൾ. ഇൻസ്റ്റയിൽ ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഒരേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അവൾ തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വീഡിയോ ഷോട്ട് പിടിക്കാൻ ഭയങ്കര മടിയാന്ന് കേട്ടോ. അപ്പം ഞാനിട്ട് ഒരുപാട് കുറേ റംസാൻ നോമ്പിന് ഒരുപാട് ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഷോർട്ട് കണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അടിപൊളി കമൻറ്റ് ചെയ്യാമെന്നൊക്കെ പറക്കല്ലേ. അങ്ങനെയൊക്കെ ഏകദേശം നിങ്ങളോട് സംസാരിക്കുന്ന ഇടയിൽ എൻ്റെ ഏകദേശം ചിക്കൻ മസാല പോട്ടെ, ബിരിയാണീൻ്റെ മസാല റെഡിയായി. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ അത് ആയല്ലോ, കുറച്ച് മൂടി വെക്കാമെന്ന് കരുതി. അപ്പോൾ മൂടി വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ സമയം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല, പക്ഷേ ഞാൻ വിചാരിച്ചു ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല ടേസ്റ്റായി കിട്ടും. പക്ഷേ ഫ്രൈ ചെയ്യാൻ കുറേ സമയം എടുക്കുന്നു. അതുകൊണ്ട് എൻ്റെ എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോകണമല്ലോ, ബസ്സിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായത് ഉപ്പാൻ്റെ അടുത്തേക്കും. അപ്പോൾ ഏട്ടത്തിൻ്റെ മോന് പറഞ്ഞു അടുത്തുണ്ട്. അങ്ങനെ അവനെ വന്നു, ഞാൻ അവൻ്റെ അടുത്ത് പോയി, അവൻ്റെ കൂടെ പോയി. കാരണം അങ്ങനെയാണ് വിചാരിച്ചോണ്ട് ബസ്സിൽ പോകണമെന്ന് വിചാരിച്ച സമയത്ത് അവൻ വന്നു. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ റെഡിയായി. ഇനി ചോറുണ്ടാക്കണം. ഇനി ചോറുണ്ടാക്കുന്ന സമയത്താണ് ചോറ് കുറച്ച് അത്രയും നമുക്ക് ഇതൊന്നുമില്ല, പെട്ടെന്ന് ചോറ് റെഡിയാവുന്നുണ്ട്. ചോറുണ്ടാക്കാൻ വലിയ പണിയുണ്ട്, മസാല റെഡിയാവാൻ കുറച്ച് പണി. വെന്ത് കിട്ടണ്ടേ, ചോറ് പെട്ടെന്ന് വേവിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ കസ്കുസ് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാല് മിക്സ് ചെയ്ത് പിസ്ത സർബത്ത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് വന്ന ആൾക്കാർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഞാൻ കൊടുത്താന്ന് വെച്ചാൽ അവർക്ക് തണുപ്പ് ഉണ്ടാവട്ടെ എന്ന് കരുതി. നമ്മൾ സർബത്ത് എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ കർഷക ശ്രീയിലെ ഈ പാലിൻ്റെ കവറിൽ ഈദ് ആശംസ അറിഞ്ഞെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പല ബിരിയാണി റൈസ് തന്നെ ബിരിയാണി റൈസ് കേട്ടോ. ഞാൻ മൈലാഞ്ചി നിലച്ച് പോകുന്നതിനല്ലേ, നൈനിൽ ഞാൻ 2 ദിവസം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും വലിയ പോരാ കേട്ടോ. അവർ തന്ന മൈലാഞ്ചി. അതിൻ്റെ ചോറ് റെഡിയായി കേട്ടോ. ചോറ് ഞാൻ വേവിച്ചെടുത്താൽ ചോറ് റെഡി ആയിട്ട് ഇതെൻ്റെ മോള് ഇളക്കുന്നതാണ് കേട്ടോ. അവൾ പറഞ്ഞ് ഞാനൊന്ന് ഇളക്കിക്കോട്ടേ എന്ന് കരുതി ചോറ് റെഡിയായി കിട്ടി. ഇത് നമ്മൾ ചോറ് വാർത്തോടി പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂല. പിന്നെ ഞാൻ കുറേ ഇതിൽ കാണിച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾക്കതിൽ മോള് പിടിക്കുന്നില്ല, അവൾക്ക് ദേഷ്യം വരും. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഞാനത് നോക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഞങ്ങൾക്ക് വാങ്ങാൻ വിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അത് ഞാൻ തായപ്പുറത്തെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്ന് ലീഫ് ഒന്ന് ഒഴിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ മസാല നീരുള്ളി ഇങ്ങനത്തെ അണ്ടിപ്പരിപ്പ് അതൊന്നും ഞാൻ വാങ്ങാൻ വിട്ടുപോയത്, അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിനിടെ ഞാൻ പൊടി ഉണ്ടാക്കി കേട്ടോ. പൊടി നന്നാണ് ഞാൻ ഉണ്ടാക്കിയത്. തലേദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ എന്തൊരു മണം വരും, തിന്നാനൊന്നും പറ്റില്ല അന്ന് ഉണ്ടാക്കിയത്. പക്ഷെ അത് നമ്മൾ അന്ന് പോയത് കൊണ്ട് അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായത്, വരുമ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നു. എല്ലാ വീട്ടിലെ പൊടി അതുപോലെ തന്നെ ആയിരിക്കും എനിക്ക് എന്ന് കരുതി. ഞാൻ ഉണ്ടാക്കിയ പൊടി അത് തന്നെയാണ്. എല്ലാവരും വീട്ടിലെ പൊടി അങ്ങനെ തന്നെ ഉപയോഗിച്ച് അവർ ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ അത് പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നമ്മളെ ഇത് ഹോളാണ്. ഇത് ജസ്റ്റ് ഒരു ടോപ്പ് കേട്ടോ. പെരുന്നാളിൻ്റെ ഡ്രസ്സൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടോപ്പാണ് കേട്ടോ ഞാൻ പെരുന്നാളിൻ്റെ ജസ്റ്റ് ഒരു ടോപ്പാണ്. അതായത് എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഒന്ന് അങ്ങോട്ട് ഒരു ടോപ്പ് വാങ്ങണം. എത്ര 350 അവരെ കൊടുത്തത്. ഇതായിരുന്നു എൻ്റെ പെരുന്നാളിൻ്റെ അപ്പം ഐറ്റംസ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ഇത് മൂക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. ഇതിനേക്കാളും മുമ്പ് ഞാൻ ചോറ് വിട്ടു കേട്ടോ. ഞാനതെൻ്റെ താഴെക്കൂട്ടുകാർ ഇവർ ഇപ്രാവശ്യം നാടെന്ന് അവർ പോകുന്നുണ്ട്, അവരുടെ നാട്ടിലേക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചോറ് കഴിക്കാൻ അവർ കഴിക്കുന്നില്ല പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാനൊക്കെ തുറന്ന ഉടനെ അത് ഷൂട്ട് പിടിക്കാൻ മറന്നുപോയി. അങ്ങനെ ഒരു ഉച്ച 3:45 അസർ ളുഹറും കഴിഞ്ഞ് നമ്മൾ പോയി കേട്ടോ. ഇത് ഇപ്പം എൻ്റെ സൈഡിരിക്കുന്നില്ല, എൻ്റെ ഫാദറാണ് കേട്ടോ. സൈഡ് തൊപ്പിയെല്ലാം വെച്ചിരിക്കുന്ന എൻ്റെ ഫാദറാണ് കേട്ടോ. ഇപ്പം സൈഡുണ്ട് എൻ്റെ ഏട്ടത്തിന് മോനാണ്. അവൻ്റെ ബീഫാം ഇപ്രാവശ്യം കംപ്ലീറ്റ് ആവും ഇൻഷാല്ലാ. ബീഫാം കംപ്ലീറ്റ് ആയ ഉടനെ അവന് പുറത്ത് പോകും ഇൻഷാല്ലാ. അവന് ആദ്യം ഉംറ ചെയ്ത ഉടനെ ഗൈഡ് ഇൻഷാല്ലാ അവന് ജോലിക്ക് പോകും ഇൻഷാല്ലാ. എല്ലാവരും പ്രാർത്ഥിക്കാൻ നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ വേണ്ടിയിട്ട് അത്രയും ചിലവായി ഏട്ടത്തേക്ക് പഠിപ്പിക്കാൻ. എല്ലാ ഏട്ടത്തിൻ്റെ മക്കളും ആൺമക്കളാണ് കേട്ടോ. ഇവനെ കുറച്ച് പിന്നീട് ഏട്ടത്തെ മക്കളും നന്നായി എഡ്യൂക്കേഷൻ ഉണ്ട്, പഠിക്കുന്നുണ്ട്. ഇവനിപ്പോൾ ആദ്യമായിട്ട് കംപ്ലീറ്റ് ആയി. ഇനി വരുന്ന ബാക്കിയുള്ള ഏട്ടത്തിൻ്റെ മക്കൾ ഡിഗ്രി അതുപോലെ തന്നെ അങ്ങനെ നോളജ് നല്ലോണം ഉണ്ട് കേട്ടോ. എല്ലാവരും നല്ല ക്വാളിഫൈഡ് ആണ്.
അപ്പോൾ എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ വീട്ടിലേക്ക് നല്ല രസമാണ് കേട്ടോ. നല്ല ഫോറസ്റ്റും കാര്യങ്ങളും നല്ല രസം. എന്താണ് കാസർഗോഡ് കഴിഞ്ഞ് പോകണം കേട്ടോ, കുറച്ച് ദൂരം കർണാടക ബോർഡറിലെത്തണ്ട, കുറച്ച് ഇപ്പുറമാണ് കേട്ടോ. ബോർഡറിലൊന്നും പോകണ്ട, അതിനേക്കാൾ കുറച്ച് ഇപ്പുറമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ വീട്ടിൻ്റെ സ്ഥലം ഇതിന് ഒരു ദിവസം എൻ്റെ വീഡിയോയിലുണ്ടാവും കേട്ടോ. ഞാൻ ഇവളോട് പറയുന്നത് ഇത് അപ്പുറത്തെ മല കാണുന്നത് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അവൾ പറയുന്നത് ഇത് ഊട്ടീൻ. അത്ര രസമുണ്ട് കേട്ടോ. പക്ഷെ അവിടെ ആ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ സൈഡ് നോക്കുമ്പോൾ അങ്ങനെ കാണും കേട്ടോ. ഇവിടെ അങ്ങനെ ഇത്ര വിശേഷമാണ് എൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ ഈദിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വൈകിട്ടാകുമ്പോൾ വന്നു, അങ്ങനെ ഇത്ര വിശേഷമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതി. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് മുമ്പിലേക്ക് വരാം. ഓക്കെ ബൈ. ഇൻഷാ അല്ലാഹ് ബൈ ബൈ. താങ്ക് യു.